എല്ലാവർക്കും നമസ്കാരം. സുഖം എല്ലാവർക്കും. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കാൻ കേട്ടോ. ഇന്ന് നമുക്ക് നമ്മളെ പ്രിയപ്പെട്ട വസ്തിമമ്മയെ കാണിച്ചു തന്നിരിക്കുന്നത് 2 കൂട്ടം സാധനങ്ങൾ, വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ്. ഒന്ന് മേത്തി പൊറോട്ട, രണ്ടാമത് മേത്തി ദാൽ. അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. മേത്തി പറാത്തയുടെ കൂടെ മാത്രമല്ല, നമുക്ക് നമ്മളുടെ ചോറിന്റെ കൂടെയും കഴിക്കാം കേട്ടോ. മേത്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഉഴുവടെ ഇലയിലാണ് നമ്മളത് പറയുന്നത്. ഈ വിന്റർ സീസണിലാണ് അത് കൂടുതലും നമ്മൾ കഴിക്കാറുള്ളത്. കൈകാൽ വേദനയ്ക്കും നമ്മൾക്ക് ശരീരത്തിന്റെ ഒരു ബലം കിട്ടാനൊക്കെ നമ്മുടെ നല്ലൊരു സംഭവമാണ് മേത്തി. ഉലുവ തന്നെ നല്ലതാണെന്നല്ലേ പറയുക, ഷുഗർ പോലെയൊക്കെ. അതുപോലെ തന്നെയാണ് മേത്തി നമ്മൾ കഴിക്കുന്നത്, വളരെ നല്ലതാണ്. ഈ വിന്റർ സമയത്ത് നമ്മുടെ ശരീരം ചൂട് കിട്ടാൻ നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ മേത്തി ദാൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്തിരി നെയ്യും ചോറും ഒക്കെ കൂടി കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നമ്മളുടെ പ്രിയപ്പെട്ട വസ്തിമമ്മയെ കാണിച്ചു തന്നിട്ടുള്ള മേത്തി പറാത്തയും ആൻഡ് മേത്തി ദാലും എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓടിപ്പോയി. മേത്തി പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇത് മുഴുവനും പെട്ടിട്ടില്ല. വീറ്റ് പൗഡറും കടലപ്പൊടിയും മേത്തി ലീവ്സും വേണം കേട്ടോ. അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴയ്ക്കുക. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഇതിൽ എന്തൊക്കെ വേണമെന്നുള്ളത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തടവി അത് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുക. കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യം ഒരു സ്ക്വയർ ഷേപ്പിൽ പരത്തുക, അത് കഴിഞ്ഞിട്ട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വീണ്ടും അതിനെ പരത്തണേ. ഒരു തവ വയ്ക്കുക. ആ തവ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ പരത്തി വെച്ച പറാത്ത ഉണ്ടല്ലോ, അത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ടോസ്റ്റ് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പറാത്ത റെഡി ആയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് മേത്തി ദാൽ. അതും അല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ പറഞ്ഞു, ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള മേത്തി ക്ലീൻ ചെയ്ത് എടുക്കുക, അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ദാലാണ്. ദാല് ഒരു കടായിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് ഇഞ്ചി സവാളയും അരിഞ്ഞിട്ട് ഇടുക. അത് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 90% വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച മേത്തി ഉണ്ടല്ലോ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. മേത്തി ലീവ്സും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കുക്കായിട്ട് വരട്ടെ കേട്ടോ. കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക, മല്ലിയില തൂവി കൊടുക്കുക. പിന്നെ ഏത് കറിയുടെ കൂടിയും കുറച്ചൊന്ന് കടുകൊക്കെ പൊട്ടിച്ചൊന്ന് വറുത്തിട്ടാൽ കാണാനും രസമാണ്, കഴിക്കാനും ടേസ്റ്റ് കൂടുമല്ലേ. അതിന് വേണ്ടി നമ്മൾ ഒരു കടായിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ജീരകം, ചുവന്ന മുളക്, കടുക്, പിന്നെന്താണ് കായപ്പൊടി, മുളക് പൊടി, ഇത്രയും ഇട്ടിട്ട് കരിക്കാതെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കറി കാണാനും ഭംഗിയാണ്, കഴിക്കാൻ കുറച്ചും കൂടി ടേസ്റ്റും കൂടും. അങ്ങനെ നമ്മളുടെ മേത്തി ദാൽ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ എന്തൊരു ടേസ്റ്റാണ് അല്ലേ. കഴിക്കാനും സൂപ്പറാണ്, ഹെൽത്തിയാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കല്ലേ.